13 വില്ലകൾ വരുന്ന, അതും പ്രീമിയം കാറ്റഗറിയിൽ ചെയ്തിരിക്കുന്ന 13 വില്ലകളാണ് നിങ്ങൾ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് കാണുന്നത്. ഗേറ്റഡ് വില്ലക്കകത്താണ് വരുന്നത്. റോഡ് ഫ്രണ്ടേജ് ആണ്. ഇതിനകത്ത് ഇനി ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ഒരേ ഒരു വില്ല മാത്രമാണ് സെയിലിനായിട്ടുള്ളത്. നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടുത്തരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രിയ, എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് എടത്തലയിലാണ്. റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ട് ആണ്. അത്യാവശ്യം നല്ല ലാൻഡ് അളവിലും സ്ക്വയർ ഫീറ്റിലുമാണ് ഇതിനകത്തുള്ള ഓരോ വീടുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഗേറ്റഡ് കോമ്പൗണ്ടിനകത്താണ് വില്ലകൾ വരുന്നത്. മെയിൻ ഗേറ്റ് നിങ്ങൾക്ക് കാണാം. റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കൂടിയാണ് ഈ കാണുന്ന വില്ലകൾ വരുന്നത്. എല്ലാ വീടുകളും സെയിലായി. ഫൈനലായിട്ട് ഒരേ ഒരു വീട് മാത്രമാണ് നമുക്കിത് സെയിലിനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കേണ്ടതാണ്. ലാൻഡ് അളവ് 5230 വരുന്നത്. 2700 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് ഗേറ്റഡ് എൻട്രൻസ് കടന്ന് അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഭംഗിയുള്ള റോഡാണ് ഇതിനകത്തൂടെ കടന്നു പോകുന്നത്. ഏകദേശം സിമിലർ ആയ മോഡലിലൊക്കെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഓരോ വില്ലകളും തമ്മിൽ ഉള്ളത്. 2 കാറുകൾ സുഖമായിട്ട് കടന്നു പോകുന്ന നല്ലൊരു വഴിയാണ് വില്ലയുടെ അകത്തൂടെ വരുന്നത്. നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ വില്ലയുടെ അകത്തേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം തന്നെ കോമ്പൗണ്ടിനകത്ത് നോക്കുകയാണെങ്കിൽ ഫ്ലോറിൽ കോബിൾ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിവിടെ മുട്ടം മെട്രോ സ്റ്റേഷൻ വളരെ അടുത്താണ്. വെറും 6 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 5 കിലോമീറ്റർ. നിങ്ങൾക്ക് കാക്കനാടേക്കുള്ള ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ ആണ്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 10. എയർപോർട്ട് വളരെ ഈസിയാണ്. വെറും 14 കിലോമീറ്റർ ആണ് എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് രാജഗിരി ഹോസ്പിറ്റൽ, അതുപോലെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. മെഡിക്കൽ കോളേജ് വളരെ അടുത്താണ്. കോളേജുകൾ, സ്കൂളുകൾ, എല്ലാ സംവിധാനങ്ങളും ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഈ കാണുന്ന വില്ല സ്ഥിതി ചെയ്യുന്നത്. കോബിൾ സ്റ്റോൺസ് വിരിച്ച വലിയൊരു മുറ്റം നിങ്ങൾ കണ്ടു. നമുക്ക് 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. വില്ലയിലേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് നോക്കുവാണെങ്കിൽ നല്ലൊരു കിണർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കിണറിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. വില്ലയുടെ എലിവേഷൻ ഞാൻ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ഭംഗിയുള്ള എലിവേഷൻ, ലൈറ്റ് ഫിറ്റിംഗ്സും പെയിന്റിങ്ങും ഒക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ച് നമുക്ക് ഇവിടെ ആയിട്ടാണ് കിട്ടുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. പോർച്ചിന്റെ മുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കിണർ നിങ്ങൾ കണ്ടു. കിണറിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഭാഗം നോക്കുവാണെങ്കിൽ പ്ലാൻ ബോക്സ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി പെബിൾസ് ഒക്കെ ഇട്ടിട്ട് ഭംഗിയായിട്ട് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഇവിടെ എല്ലാം കോബിൾ സ്റ്റോൺസ് ആണ്. ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പാഷ്യൂ ഏരിയ കിട്ടുന്നുണ്ട്. പാഷ്യൂ ഏരിയ നോക്കുവാണെങ്കിൽ നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്നുകൂടി അവിടേക്കുള്ള എൻട്രൻസ് കിട്ടുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് നല്ല വൈബോട് കൂടിയിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാഡിൻ ടൈലുകളൊക്കെ വിരിച്ച നല്ല രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലാണ്. മുകളിലൊക്കെ സിലിണ്ടറിക്കൽ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ വീടിന്റെ ബാക്കിലേക്ക് പോകുന്ന ഏരിയയും നല്ല സ്പേഷ്യസ് ആണ്. നല്ല തുറന്ന ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു സ്പേസ് ഉണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഏരിയയും സ്പേഷ്യസ് ആണ്. അവിടെയെല്ലാം മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള ലെഫ്റ്റ് സൈഡും നല്ല വൈഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പായിട്ടുള്ള സൈഡിലുള്ള പോർഷൻ നോക്കിയാൽ അവിടെയും നിറയെ ചെടികളാണ് വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇതേപോലെ വാട്ടർഫോൾ ചെയ്യാനായിട്ട് നല്ല അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയായ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഏരിയയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മുകൾ ഭാഗത്ത് പാനലിംഗ് ആണ്. സിലിണ്ടറിക്കൽ ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് സിറ്റ് ഔട്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോക്കിയാലും കാണാം, ഇവിടെ നമുക്ക് പ്ലാൻ ബോക്സുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് ഗ്രാനൈറ്റ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. ഒരു 3 ചെയറുകളോളം നമുക്കിവിടെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും പ്ലാവിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറ് ഇതേപോലൊരു ഭംഗിയുള്ള മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. നമ്മൾ മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് വന്ന് നിൽക്കുന്നത്. ഫ്ലോർ ടൈലുകൾ ആദ്യം നോക്കുവാണെങ്കിൽ വളരെ നീളത്തിലും വീതിയിലുമുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡില് ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ മുകളിലും താഴെയും സെയിം പ്രൊപ്പോർഷനിലാണ് വിൻഡോസ് വരുന്നത്.
കാരണം ഇത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ താഴേക്ക് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. ടോപ്പിൽ ഏറ്റവും എൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഷാൻലിയർ ആണ് അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഗ്ലാസിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ നോക്കുവാണെങ്കിലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഡബിൾ ഹൈറ്റഡ് അല്ലാത്തൊരു പോർഷൻ റൂഫിൽ വരുന്നുണ്ട്. അതും നല്ല ഡിസൈനോട് കൂടിയിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് നോക്കുവാണെങ്കിലും വലിയൊരു ലൈറ്റ് വരുന്നുണ്ട്. അതും കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് സ്പേസ് ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഈ കാണുന്ന ഏരിയ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഡൈനിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. വുഡൻ ആയിട്ടാണ് സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ വന്നിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കതിന് ഹാൻഡിൽസിന് താഴെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ആണ് വരുന്നത്. ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെയുള്ള ഭാഗം നമ്മൾ കുറച്ച് ഡെപ്തിൽ ഇതുപോലെ ഡീപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചുറ്റിനും നോക്കുവാണെങ്കിൽ പാനലിംഗ് വരുന്നുണ്ട്. നല്ലൊരു പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയൊരു ലൈബ്രറി പോലെ സെറ്റ് ചെയ്യാനോ ഒക്കെ നല്ല രീതിയിൽ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. താഴെയൊക്കെ നോക്കിയാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട്. ഒരു കുഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആണ്. ഒരു പോർഷൻ വന്നിട്ട് ഭംഗിയായിട്ടുള്ള ബീഡിങ്ങുകളൊക്കെ കൊടുത്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെയും റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കുവാണെങ്കിലും സ്റ്റീൽ ബീഡിങ്ങുകളൊക്കെ കൊടുത്തിട്ട് LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിൽക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ സ്ലൈഡ് ചെയ്യാവുന്ന ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തുറന്നാൽ നമുക്ക് നേരെ പാഷ്യൂ ഏരിയയിലേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ വാഷ് ഏരിയ കാണാനുണ്ട്. വാഷ് ഏരിയ ഒക്കെ വളരെ സ്റ്റൈലായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഒരു മൊറോക്കൻ മോഡൽ ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഷേപ്പിലാണ് മിറർ വരുന്നത്. ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്. അതിന് താഴെയൊക്കെ നോക്കിയാലും നല്ല രീതിയിൽ തന്നെ കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൽ ഇരിക്കുന്നതിന്റെ നേരെ മുകളിലേക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിന്റെ ഏരിയയും ഡബിൾ ഹൈറ്റഡ് ആണ്. അവിടെ ഭംഗിയായിട്ടൊരു ലൈറ്റ് ഫിറ്റിംഗ് വരുന്നുണ്ട്. ടോപ്പിൽ നമുക്ക് സ്കൈ ആണ് വിസിബിൾ ആയിട്ടുള്ളത്. താഴെ 2 ബെഡ്റൂമുകൾ നമുക്ക് കാണാനുണ്ട്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നല്ല ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഷോ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടുള്ള വർക്കുകളും സ്റ്റീൽ ബീഡിങ്ങുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ്, റോണിയൽ പിങ്ക് എന്നൊക്കെ നമുക്ക് പറയാം, ഇവിടെ ചെയ്തിരിക്കുന്ന വാർഡ്രോബ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡ്രോസും ഒക്കെ കൊടുത്ത് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫുൾ കവർ ചെയ്യുന്ന വലിയൊരു മിറർ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഡ്രസ്സൊക്കെ ചെയ്യുന്ന പർപ്പസ്, ഡ്രസ്സിംഗ് പർപ്പസിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കളറുകളിൽ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ നമുക്ക് സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻ ബിറ്റ്വീൻ ബെഡ്റൂംസ് തമ്മിലുള്ള ആ സ്പേസ് ഒക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2ാമത്തെ ബെഡ്റൂം നല്ല രീതിയിൽ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ചുറ്റിലും വിൻഡോസ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സിംഗിൾ വിൻഡോസും ഡബിൾ വിൻഡോസും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ബീജ് ഷെയ്ഡും വുഡൻ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് കളേഴ്സ് എല്ലാം തന്നെ ഇവിടെ എടുത്തു പറയുന്ന കാര്യം അതാണ്. വീടിന്റെ പെയിന്റിംഗ് ആണെങ്കിലും അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഫുൾ കവർ ചെയ്യുന്ന വലിയൊരു മിറർ തന്നെയാണ് ഡ്രസ്സിംഗ് പർപ്പസിനായിട്ട് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായ ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 2ാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാത്റൂമിനകത്തൊക്കെ നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് ഒക്കെ നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. ടൈലിന്റെ കളേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്രൗൺ ആൻഡ് ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. വലിയൊരു എൻട്രൻസ് തന്നെ കിച്ചണ് കിട്ടുന്നുണ്ട്. താഴെ പാനലിംഗ് വർക്കുകളാണ്.
കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നല്ല വൈഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം തന്നെ പാനലിംഗ് ആണ്. നമുക്ക് 3 ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് അവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. സൈഡിലേക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ, അതും ചെറിയ രീതിയിൽ ഡിവിഷനുകളൊക്കെ ആയിട്ട് തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. കിച്ചണകത്തേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഈ ഒരു വോൾ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് തന്നെയാണ്, PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് വരുന്ന സമയത്ത് കിച്ചണിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ നമുക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന പോർഷനിൽ എത്ര വലിയ ഫ്രിഡ്ജ് ആണെങ്കിലും അതിനെ ഉൾക്കൊള്ളാവുന്ന വലിയൊരു സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. എവിടെ നോക്കിയാലും കബോർഡുകളാണ്, ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള കബോർഡുകളാണ് ഇവിടെ നിറയെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം. അതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഈ ഒരു ഏരിയയിൽ ഇവിടെ എല്ലാം തന്നെ നിറയെ കബോർഡുകളാണ്. നമുക്ക് കിച്ചണിൽ നിങ്ങൾക്ക് അറിയാം എത്രമാത്രം സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് തികയാത്ത ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയ ഒരു വീടാണ്. ഇതിന്റെ നേരെ മുകളിൽ നിങ്ങൾ നോക്കിക്കോളൂ, അവിടെയും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോറേജിനായിട്ടാണ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ഈ ഒരു പോർഷനിലേക്ക് ഓപ്പോസിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ അവിടെയായിട്ട് നമുക്ക് ഹൂഡ് ആൻഡ് ഹോബ് വരുന്നുണ്ട്. എലീക്കയുടെയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ വിൻഡോസ് ധാരാളം നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേ ഷെയ്ഡ് തന്നെയാണ്. ഇവിടെയും അതേ കളർ തന്നെയാണ് നമുക്ക് ക്യാബിനറ്റ്സിലും കൊടുത്തിരിക്കുന്നത്. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ബാസ്ക്കറ്റ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് അത് വരുന്നുണ്ട്. ബാക്കി നമ്മളുടെ ഒരു മനസ്സിലൊരു കിച്ചൺ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. റൂഫിൽ നോക്കുവാണെങ്കിൽ അവിടെയും നമുക്ക് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ ക്യാബിനറ്റ്സിന്റെ ഒക്കെ ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ അവിടെയും നമുക്ക് വിൻഡോസ് ആണ് കിട്ടുന്നത്. കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വളരെ വലിയൊരു ഏരിയ ഉണ്ട്. ഫ്ലോർ എല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വർക്ക് ഏരിയ വേണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് നമുക്ക് ഈ ഒരു കണക്ഷൻ മാത്രം ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഇവിടെ റെഡി ആക്കിയിട്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ഫുഡ് ലാമ്പുകൾ നിറയെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇട്ടിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ് കുറച്ചും കൂടി ഇപ്പൊ അടുത്ത് വിസിബിൾ ആണ്. റൂഫിലുള്ള വർക്കുകളൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഈച്ച് ആൻഡ് എവറി കോർണർ വളരെ ഭംഗിയായിട്ടാണ് ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ബൾബുകളും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു ഫ്രെയിമിനകത്താണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്നിട്ട് നമുക്ക് ആദ്യം ബാൽക്കണി ഉണ്ട്. നമുക്ക് ഈ പോർഷൻ തന്നെ കവർ ചെയ്ത് പോകാം. ഇവിടേക്ക് വരുന്ന സമയത്ത് ഭംഗിയുള്ള പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലിവിംഗ് സ്പേസിന്റെ മുകളിലുള്ള ആ ഒരു ഏരിയ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് പോകുന്ന പോർഷനിലും റൂഫിൽ നല്ല രീതിയിൽ വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് വന്നിരിക്കുന്നത്. രണ്ടായിട്ടാണ് ബാൽക്കണി തിരിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ബാൽക്കണി റൂഫ് കവേർഡ് ആണ്, പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഓപ്പൺ സ്പേസ് ആയിട്ട് നമുക്ക് മറ്റൊരു ബാൽക്കണി കൂടി കിട്ടുന്നുണ്ട്. നിറയെ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടത്തിനുള്ള ചെടികൾ ഒരുപാട് വെക്കാനായിട്ട് നല്ല രീതിയിൽ സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് ഈ ഒരു ബാൽക്കണി പോർഷനിൽ കിട്ടുന്നത്. നമ്മളിപ്പോൾ ബാൽക്കണിയിൽ നിന്ന് കണ്ടിട്ട് നേരെ ഈ ഒരു പോർഷനിലാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് കാണാനുള്ളത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ TV ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ കാണുന്ന പോർഷനിൽ നിറയെ കബോർഡുകളാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാവുന്നതാണ്. TV വെക്കാൻ നല്ലൊരു അറേഞ്ച്മെന്റ് ആണ്. ഓപ്പൺ ഷെൽഫ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകൾ അതിനകത്ത് വരുന്നുണ്ട്. താഴെ നിറയെ ഡ്രോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെയൊക്കെ റൂഫിൽ നോക്കിയാലും ഭംഗിയുള്ള ബീഡിംഗ് വർക്കുകൾ, സ്റ്റീൽ ബീഡിങ്സ് വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ്, LED സ്ട്രിപ്പുകൾ എല്ലാം കൊടുത്ത് മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ 2 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും ആണ് നമുക്കിനി കാണാനുള്ളത്. നമുക്ക് ബെഡ്റൂമുകളൊക്കെ കാണുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇതുപോലെ ഒരു ഓപ്പൺ സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മുടെ താഴെയുള്ള വാഷ് ഏരിയയുടെ മുകൾ ഭാഗം കണ്ടിന്യൂ ചെയ്ത് വരുന്നതാണ്. ഇവിടെയൊക്കെ വളരെ വൈബോട് കൂടിയിട്ട് തന്നെയാണ് ടൈൽസും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടോട്ടലി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് കണ്ടു നോക്കാം. ഡോറുകളൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വലിയൊരു സ്ലൈഡിംഗ് വിൻഡോ ആണ് കിട്ടുന്നത്. ബേ വിൻഡോ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ബേ വിൻഡോ എല്ലാം തന്നെ കുഷൻ ആണ് ചെയ്തിരിക്കുന്നത്. സീറ്റിംഗ് പർപ്പസിനൊക്കെ നമുക്ക് നല്ലൊരു ഏരിയ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ഭാഗത്ത് നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒരുപാട് ഷോക്കേസ് ഐറ്റംസ്, ബുക്സോ എന്ത് വേണമെങ്കിലും നമുക്ക് കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാവുന്നതാണ്. മുകൾ ഭാഗത്തും പാനലിംഗ് വർക്കാണ്. സിലിണ്ടറിക്കൽ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന റൂഫ് നോക്കിയാലും ഭംഗിയായിട്ടാണ് വർക്കുകൾ കൊടുത്തിട്ടുള്ളത്. ഡാർക്ക് ഗ്രേ ഷെയ്ഡ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ, വാർഡ്രോബുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബാണ്. അതുകൂടാതെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നമുക്കൊരു ഫുൾ കവർ ചെയ്യുന്ന മിറർ കിട്ടുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിൽ തന്നെയാണ് ടൈലുകൾ വരുന്നത്. മൂന്നാമത്തെ ബാത്റൂമിനകത്തും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്.
നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. എല്ലാ ബെഡ്റൂമുകളെയും പോലെ തന്നെ ഈ ഒരു ബെഡ്റൂമും സ്പേഷ്യസ് ആണ്. നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് വിൻഡോ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ബേ വിൻഡോ ഫെസിലിറ്റിയിൽ കുഷൻ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് സിംഗിൾ വിൻഡോസും ഷോ ലൈറ്റുകളും വരുന്നുണ്ട്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് തന്നെയാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാർഡ്രോബുകൾ വരുന്നത്. വുഡൻ ആൻഡ് ബീച്ച് കളർ കോമ്പിനേഷൻ തന്നെയാണ്. എവിടെ നോക്കിയാലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമാണ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നാലാമത്തെ ബെഡ്റൂമിലും ഡ്രസ്സിംഗ് ടേബിൾ ഈ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നാലാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രേ ഷെയ്ഡിലെ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളാണ് നമുക്ക് വോളിലെല്ലാം തന്നെ കാണാൻ പറ്റുന്നത്. ബ്രൗൺ കളർ കോമ്പിനേഷൻ കൂടെ വരുന്നുണ്ട്. നാലാമത്തെ ബെഡ്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ് കാണാനുള്ളത്. യൂട്ടിലിറ്റി എന്ന് നമുക്ക് ഇതിനെ വിളിക്കാമെങ്കിൽ നമുക്കൊരു റൂം ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇത് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് സേഫ് ആയ ഒരു റൂം ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. വിൻഡോസ് ഇവിടെ കിട്ടുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് നമുക്ക് ഈ ഒരു റൂമിൽ കിട്ടുന്നുണ്ട്. സെർവന്റ് ഉള്ളവർക്കാണെങ്കിൽ അവർക്കും അത്യാവശ്യം ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. കാരണം ഇതിന്റെ റൂഫ് ഒക്കെ നോക്കിയാലും ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും ഫാനുള്ള പ്രൊവിഷൻ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് നമുക്ക് കയറാൻ ഈസിയാണ്. സേഫ് ആയിട്ട് കോൺക്രീറ്റിലാണ് സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഗേറ്റഡ് വില്ല നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. 13ഓളം വില്ലകൾ വരുന്നതിൽ ലാസ്റ്റ് ഈ ഒരു വില്ല കൂടി മാത്രമാണ് നമുക്കിത് സെയിലിനായിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് അടുത്ത് എടത്തല എന്നാണ് സ്ഥലത്തിന്റെ പേര്. റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ലാസ് വരുന്നത്. പക്ഷെ നമുക്ക് ബസ് റൂട്ട് അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വാഹനങ്ങളുടെ ശല്യമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. വളരെ കാമാൻ ക്വയറ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഏരിയയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മുട്ടം മെട്രോ സ്റ്റേഷനിലേക്കും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ 5-6 കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കുകാർക്കാണെങ്കിലും ഈസിയാണ്. 11 കിലോമീറ്റർ ആണ്. എയർപോർട്ടാണ് നമുക്ക് ഏറ്റവും ഈസി. വെറും 14 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇതിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 5.23 ആണ്. 2700 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 5.23 സെന്റിൽ 2700 സ്ക്വയർ ഫീറ്റിലാണ് വീട് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകൾ കൂടാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയക്കായിട്ടുള്ള സ്പേസ് വേറെയും കിട്ടുന്നുണ്ട്. പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വീടുകളാണ് ഇതിനകത്തുള്ള എല്ലാ വില്ലകളും തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടപ്പം പോലെയാണ് ഈ ഒരു വീടുകൾ നമുക്ക് വിറ്റു തീർന്നത്. അഡ്വർടൈസ്മെന്റ് ഇടുകയും വളരെ പെട്ടെന്ന് എല്ലാം തന്നെ വിറ്റു പോവുകയും ചെയ്ത വില്ല പ്രൊജക്ട് ആണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊരു വില്ല സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കരുത്. പെട്ടെന്ന് തന്നെ വിളിക്കണം. 2 കാർ പാർക്കിംഗ് ഉണ്ട്. വെൽ വാട്ടർ ഉണ്ട്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,32,00,000 രൂപയാണ്. 1.32 CR എന്നുള്ളതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. ലോൺ ഫെസിലിറ്റിയിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. അതുകൊണ്ട് ലക്ക് പരീക്ഷിക്കേണ്ട. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തോളൂ. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.